जिंदगी जानू दुनिया पे ओ दसर मेरे हो എന്റെ പാട്ട് എങ്ങനെയുണ്ട്? ഞാൻ എത്ര വർഷമായിട്ട് ചേട്ടനെ കാണുവാന്നറിയോ? ഉള്ള കാര്യം പറയാലോ. എനിക്ക് 13 വയസ്സ്. 13 വയസ്സിൽ നീ എത്ര വർഷമായിട്ട്? 10 വയസ്സോട്ട് കാണുക. 3 കൊല്ലമായിട്ട് കാണുക സത്യമായിട്ടും. എന്റെ മോനെ 10 വയസ്സിൽ എനിക്ക് ഓംലേറ്റ് ഏതാ ബുൾസ് ഏതാന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 13 അല്ല 13. എത്ര? 8ാം ക്ലാസ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ് പറ? x squared plus ax plus squared plus ഞാനിവിടെ മറ്റേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ല പഠിക്കുന്ന. പോന്നു കിടന്ന് ഉറങ്ങുന്നു, തിരിച്ചു വരുന്നു, നോട്ട് എഴുതുന്നു, എക്സാമിന് രാത്രി വന്നിരുന്ന് പഠിക്കുന്നു, പോന്നു, ഓൾ പാസ് ആവുന്നു, ഒന്നും അറിയത്തില്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന പഠിപ്പിലെ വീഴ്ചപ്പെടുത്തിയിട്ട് കോപ്പി അടിക്കുന്നു, തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളു. ഏത് ബോർഡ് ബോളിവുഡ്. ഇതാണ് ന്യൂ ജനറേഷൻ. നീയല്ലേ മറ്റേ യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ് ആ പറയണ പയ്യൻ. യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്. നിന്റെ പല്ലിലെന്താ ഇരിക്കണേ? മുട്ടായി ഒക്കെ ഇരിക്കാണ്. ഇന്റർവ്യൂയിങ് 13 വയസ്സുകാരൻ, ജെൻസി 13 വയസ്സുകാരൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ്? ഞാനോ? ഓ, ഞാനെങ്ങാനും വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഒക്കെ ഇല്ലല്ലോ. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ചേട്ടാ പോവാണോ? ഓ പോട്ടെ. നീ തീർച്ചയായും പോണോ? അതെ, അമ്മ ചോദിച്ചാ ഞാൻ മേരിയുടെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല പടച്ചോനാകട്ടെ നോക്കാമിനാ ഓന്റെ ഒരു ഇൽമ്. അല്ലാ ഈശ്വരാ, എന്തൊരു ചൈതന്യം. നമുക്ക് സോലിയത്തായി ബിലീസിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മളൊരു മെന്റലിസ്റ്റ് ആണ്. മെന്റലെന്നായിരിക്കും. നിങ്ങൾ 1 മുതൽ 10 വരെ ഉള്ളൊരു നമ്പറിൽ ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചു. അതിലേക്ക് ഒരു 5 കൂട്ടുക. കൂട്ടി. ഇതൊന്നും അല്ല എനിക്കറിയാം. ഈ സംഭവം എന്റെ മനസ്സിലുള്ളത് വായിക്കാന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് ഏതെങ്കിലും അവസാനം ഒരു നമ്പർ വരും, ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അതൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പർ വരും. അതൊന്നും ഇത് വേറെ ഇനി വേണ്ട. ഉസ്താദെ ഞാനിവിടെ കൂറിയെ തപ്പി ഇറങ്ങിയതാണ് ഉസ്താദെ. ഞാൻ എന്റെ ഒരു ഹൂറിയെ തപ്പി ഇറങ്ങിയതാ. പിന്നെ നിന്റെ മാർക്കം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ. അപ്പൊ വന്നേക്കണ ഹൂറിനെ തപ്പ. പഠിച്ചോനെ നമ്മൾക്ക് എന്താ പേരെന്താ? സ്വാലിഹത്തായിട്ടുള്ള പെൺപിള്ളേർ ഒമേഖലയിൽ നിന്ന് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. എന്നാ നമ്മ ഇപ്പൊ ഒരു ദുആ ചെയ്യാം. ഓക്കെ, എന്റെ പേര് അൻസാർ, ഓർത്തു വെച്ചോ. അൻസാർ, വെടിക്കെട്ട് അൻസാർ. അയ്യോ ദാരിദ്ര്യം. വെടിക്കെട്ട് അൻസാറിന് ഉമൈഖിൽ നിന്ന് ഒരു പെണ്ണിനെ കൊടുക്കണമേ റഹ്മാനെ. ആമീൻ. വെടിക്കെട്ട് അൻസാറിന് പെണ്ണ് കിട്ടിയാൽ ഒരു വെടിക്കെട്ട് ദിവസമാക്കണമേ റഹ്മാനെ. ആമീൻ. വെടിക്കെട്ട് അൻസാറിന് ഒരെണ്ണമല്ല 2 എണ്ണം. നിങ്ങളെവിടെ സ്ഥലം എവിടെ? ഞങ്ങള് പഞ്ചാബ്. നല്ല വിളഞ്ഞ ഗോതമ്പ്, പശുവും പാലിൽ അരച്ച കളർ. നിനക്ക് എത്ര വയസ്സുണ്ട്? 19. 20. ജസ്റ്റ് മിസ് ബട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പോണേ. എന്താണ് അഭിപ്രായം? നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചതല്ലേ? കുഴപ്പമില്ല, നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ, നീ പഠിച്ചോ. എനിക്ക് ബുദ്ധി ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതൊക്കെയാണല്ലോ എല്ലാം. നിങ്ങളെ പോലെ അല്ല. ക്ലിയർ ഉണ്ട്. ബൈ ബൈ. ആരും
അയ്യോ ഇതിനെവിടെയാ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആലോചിച്ച് നോക്ക്. ക്രേസി പാണ്ട. ആ വെരി നിന്റെ പേരെന്താ? എന്റെ പേര് ഷംനാദ്. ഷംനാദ്, നിങ്ങൾക്ക് പാണ്ഡേശ്വരനിലേക്ക് സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ ഷംനാദാണ് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഷംനാദിനാണ് ഞാനുണ്ടല്ല 5 ചോദ്യങ്ങൾ ചോദിക്കും. ഷംനാദ് ഓരോ ആൻസർ കറക്റ്റ് ആക്കണതിനനുസരിച്ച് ഷംനാദിന് ഓരോ ചോദ്യത്തിനും 50 രൂപ വെച്ച് കിട്ടും. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? പറ. നമുക്ക് പഠിക്കണ്ട, നമുക്കിപ്പോ ക്രേസി പാണ്ട കിട്ടിയില്ലേ? അതാണ് ജീവിതത്തിന്റെ നിന്റെ ഉദ്ദേശം. എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? എനിക്കറിയില്ല. ആ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ താങ്കൾ എലിമിനേറ്റ് ആയിരിക്കുന്നു. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്. ചാൾസ് കാബേജോ? ബാബേജ്. കൊറേ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ ഒന്ന് ജനിച്ച്. ഒരു പാട്ട് പാടുവാ? പിന്നെന്താ, എനിക്കൊരു പാട്ട് പാടിത്തരാ. ഞാൻ എത്ര പാട്ട് പാടുമായിരുന്നു അറിയാവോ വയലിനില്? വയലിൻ വെച്ചിട്ട് പാടും എങ്ങനെ? എന്റെ കയ്യിലിരിക്കണേ. ഗിറ്റാറല്ലേ? എനിക്ക് ബുദ്ധിയുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നീ പോലെ അല്ല, നമ്മളുടെ അവിടെ ഇതില് കാര്യം പറയും. കാണാനായി മോഹങ്ങൾ ചിറകടിക്കുമ്പോ സ്നേഹത്തിൻ കാറ്റായി നീ എന്നെ തലോടി. മിഴിയിലെ മൊഴിയിലും നിൻമുഖം മാത്രമായി കനവിലെ കണ്ണിലും നിന്നിറം മാത്രമായല്ലേ അകലേ അകലേ അകലേ. ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീ വരൂ ഈ പാട്ടിൻ രാഗമായി. നീ തരൂ ഈ ചിത്രം വർണ്ണമായി. ഹൃദയം തൂകും പ്രണയം നൽകി ഞാനും നിലാസന്ധ്യേ. തിരികെ നനയും മിഴികൾ നൽകി നീയും എങ്ങുമാനോ. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്. നീ യഥാർത്ഥ സീനി. എന്റെ കല്യാണത്തിന് ഒന്ന് പാട്ട് പാടി തന്നെ. പൈസ തരൂല, ബിരിയാണി തരും. മതി, ധാരാളം. വയറ് നിറച്ച് ഫുഡ്. പക്ഷെ കല്യാണം കഴിക്കാൻ പ്രായമാണ് എനിക്ക്. അത് ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പൊ കേരളം നടിച്ചു തന്നെ ഇപ്പൊ എത്ര പെമ്പിള്ളാരെ ഞാൻ കണ്ടെന്നറിയാ. ഒക്കെ എന്നെ കണ്ട സ്കിപ്പ് അടിക്കും. അത് ഞാൻ കേറി ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര കുശുമ്പാണ് ഈ പാട്ട് പാടാൻ കഴിവുള്ളവന്മാരോട്. പക്ഷെ എനിക്ക് പിക്കപ്പ് ലൈൻസ് പറയാൻ അറിയത്തില്ലല്ലോ. എനിക്കും പിക്കപ്പ് ലൈൻസ് ഒന്നും ഇപ്പൊ ഒന്നും അറിയില്ല. അതൊക്കെ എനിക്ക് എന്റെ പഴയ വീഡിയോ ആണെങ്കിൽ എനിക്ക് എന്നെ ക്രിഞ്ച് അടിക്കണോണ്ട് ഞാനൊന്നും പറയാറില്ല. നമുക്ക് പാട്ട് പാടാനൊക്കെ നിന്നെ പോലെ കഴിവുണ്ടെങ്കിൽ ഞാനൊരു സാധനമൊക്കെ വെച്ചിട്ടിടല. നെഞ്ചോട് നശിപ്പിച്ച് മാനുഫാക്ചറിംഗ് കുറവേ ഞാൻ അവിടെ ഉള്ളു. വേറൊരു പാട്ടും കൂടി. തനിയ മിഴികൾ. ഓ സെറ്റ്. കരയട്ടെ, എല്ലാരും കരയാനായിട്ടോ? കരഞ്ഞു മെഴുകിക്കുന്നൊക്കെ. ഈരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാൻ. കൂടെ നീർത്തിടാം കടലേ വിടും ഒരു
ഒരു നല്ല നേരം വരവേറ്റിടാം കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചേരും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവേൽ ചിറകേറണം ആശരം തേരിത് പറന്നു വാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും ഇടിവേരണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. എനിക്ക് ഇതിനുള്ള കുശുമ്പ് വരുന്നു. ഏത് വിഷയം പാട്ടാ? ഡബ്ല്യു മൈ ഗാഡ്, നല്ല കഴിവ്. കീപ് ഇറ്റ് അപ്പ് ബ്രോ. താങ്ക്സ് ബ്രോ.